റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് 2 ദിവസം മാത്രം അകലെ എത്തി നിൽക്കവേ ചാൻസലർ റേച്ചൽ റീവ്സ് എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. പല പദ്ധതികളും അവതരിപ്പിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുമെന്ന വാർത്തകൾ വരുന്നുണ്ട്. പെൻഷൻകാർക്ക് ബഡ്ജറ്റിൽ 550 പൗണ്ട് ഉത്തേജനത്തിന് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ പണപ്പെരുപ്പത്തെ മറികടന്നുള്ള വർധനവാണ് 13 മില്യൺ പെൻഷൻകാർക്കായി മാറ്റിവെക്കുകയെന്നാണ് പ്രതീക്ഷ. പുതിയ സ്റ്റേറ്റ് പെൻഷനിൽ ഫുൾ റേറ്റ് നേടുന്ന പെൻഷൻകാർക്ക് പ്രതിവർഷം 550 പൗണ്ട് വരെ വർധന കൈവരും. ട്രിപ്പിൾ ലോക്ക് നിർത്തുന്നതും NHSനെ പുനർനിർമ്മിക്കുന്നതും വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കുന്നതും ഉൾപ്പെടെ വിഷയങ്ങളായാലും വിരമിക്കുന്ന സമയത്ത് പെൻഷൻകാർക്ക് ആവശ്യമായ പിന്തുണ നൽകും, ചാൻസലർ പറഞ്ഞു. ബുധനാഴ്ചയാണ് ബഡ്ജറ്റ് അവതരണം. നികുതി വർധനവുകൾ സംബന്ധിച്ച് വലിയ പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ആരെയെല്ലാം ഇത് ബാധിക്കുമെന്ന ആശങ്കയാണ് ബാക്കിയുള്ളത്. പെൻഷൻ ട്രിപ്പിൾ ലോക്ക് നിലനിർത്താൻ റീവ്സ് തയ്യാറാകുമെന്നാണ് ഇപ്പോഴുള്ള സൂചന. എന്നാൽ ഇൻകം ടാക്സ് പരിധികൾ മരവിപ്പിച്ച് നിർത്താൻ ചാൻസലർ തീരുമാനിച്ചാൽ ഏകദേശം 9.3 മില്യൺ പെൻഷൻകാർ കൂടുതൽ നികുതി നൽകേണ്ടി വരുമെന്ന അവസ്ഥയാണ്. 2030 വരെ ഇൻകം ടാക്സ് പരിധികൾ മരവിപ്പിച്ച് നിർത്താൻ സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്. ഇതുമൂലം വരുമാനം വർദ്ധിക്കുമ്പോൾ നികുതി ബാൻഡുകളിൽ ചെന്നുവിടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിൽ സ്റ്റേറ്റ് പെൻഷൻ വാങ്ങുന്ന പെൻഷൻകാരും പെടാൻ സാധ്യതയുണ്ട് എന്നാണ് തിരിച്ചടിയാകുന്നത്. ഇംഗ്ലണ്ടിലെ 10 വീടുകളെ നികുതി ബാധിക്കുമെന്നാണ് കരുതുന്നത്. ബാൻഡ് F അല്ലെങ്കിൽ അതിന് മുകളിൽപ്പെടുന്ന വീടുകളെ പുനർമൂല്യനിർണ്ണയം നടത്തിയ ശേഷം അധിക ചാർജ് ഏർപ്പെടുത്താനാണ് ഇപ്പോഴുള്ള ശ്രമം. ചെലവ് കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി അഭയാർത്ഥികളെ ഹോട്ടലുകളിൽ നിന്ന് സൈനിക ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ. എന്നാൽ ഇതിനെതിരെ 100 കണക്കിന് പ്രദേശവാസികളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അടുത്ത മാസം അവസാനത്തോടെ കിഴക്കൻ സസെക്സിലെ ക്രോബറോവിലെ സൈനിക കേന്ദ്രത്തിലേക്ക് 600 അഭയാർത്ഥികളെ മാറ്റാനാണ് ഹോം ഓഫീസിന്റെ തീരുമാനം. പ്രദേശവാസികളുടെ അഭിപ്രായം തേടിയിട്ടില്ലെന്നാണ് വിമർശനം. അഭയാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കാൻ ക്യാമ്പിൽ നിന്നുള്ള സൈനികരെ മാറ്റാനൊരുങ്ങുകയാണ്. ഇതിനിടെ ഇംഗ്ലീഷ് പതാകകളും പ്ലക്കാർഡുമായി പ്രദേശവാസികൾ തെരുവിലിറങ്ങി. 100-ലേറെ പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ചെറു ബോട്ടുകളിൽ അനധികൃതമായി UK കടന്നു കയറിയവരെ താമസിപ്പിക്കാൻ സർക്കാർ കണ്ടെത്തിയ 2 സ്ഥലങ്ങളിലൊന്നാണ് ക്രോബറോ. അഭയാർത്ഥി അപേക്ഷ നൽകുന്ന അനധികൃതമായി കുടിയേറിയ പലരും ക്രിമിനൽ കേസിൽ അകപ്പെട്ടവരെന്ന റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നിരുന്നു. തങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഇത്തരക്കാർ ഭീഷണിയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്വിൻടൺ മോഡേൺ മേഖലയിൽ 50 വയസ്സുള്ള സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വീട്ടിലുള്ള 13-കാരി കസ്റ്റഡിയിൽ. വെള്ളിയാഴ്ച രാത്രിയാണ് സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയത്. ബൈൽ ക്ലോസിലെ വീട്ടിലുണ്ടായ കലഹത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് രാത്രി 7 മണിയോടെ എത്തിയ പോലീസ് ശ്വാസം കിട്ടാതെ കിടന്ന സ്ത്രീയെ പരിശോധിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിലെടുത്തതായി വിൽഷെയർ പോലീസ് അറിയിച്ചു. വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലാണ്. സ്ത്രീയുടെ മരണം ഗൗരവമായ വിഷയമാണെന്നും പ്രദേശവാസികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡാരൻ ആംബ്രോസ് അറിയിച്ചു. പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും ആളുകൾ അനാവശ്യ അനുമാനങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സന്ദർശക വിസയിലും സ്റ്റുഡന്റ് വിസയിലുമൊക്കെ ബ്രിട്ടനിലെത്തുന്ന പാകിസ്ഥാനികൾ നിയമത്തിലെ ചില പഴുതുകൾ ഉപയോഗിച്ച് ബ്രിട്ടനിൽ അഭയത്തിനായി അപേക്ഷിക്കുന്നത് വർദ്ധിച്ചു വരുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട്. സർക്കാർ വെളിപ്പെടുത്തിയ പുതിയ കണക്കുകളാണിത്. കഴിഞ്ഞ വർഷം മാത്രം വർക്ക് വിസയിലോ സ്റ്റുഡന്റ് വിസയിലോ ഹ്രസ്വകാല സന്ദർശന വിസയിലോ ആയി ബ്രിട്ടനിലെത്തിയ 10,000-ഓളം പാകിസ്ഥാനികളാണ് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിനായി അഭയത്തിനായി അപേക്ഷിച്ചത് എന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ജൂണിൽ അവസാനിച്ച 12 മാസ കാലയളവിൽ ബ്രിട്ടനിൽ അഭയത്തിനായി അപേക്ഷിച്ചവരിൽ ഏറ്റവും കൂടുതൽ പേർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്, 11,324 പേർ. ഈ കാലയളവിൽ ലഭിച്ച മൊത്തം അഭയാപേക്ഷകളിൽ 10-1 പാകിസ്ഥാനിൽ നിന്നുള്ളവരുടേതാണ്. മൊത്തം 175 രാജ്യങ്ങളിൽ നിന്നുള്ളവർ അഭയത്തിനായി അപേക്ഷിച്ചിട്ടുണ്ട് എന്നത് പരിഗണിക്കുമ്പോഴാണ് പാകിസ്ഥാൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാകും. മാത്രമല്ല, അഭയാപേക്ഷകളുടെ രേഖകൾ സൂക്ഷിക്കാൻ തുടങ്ങിയ കാലം മുതൽ പരിശോധിച്ചാൽ ഇതുവരെ ഒരൊറ്റ രാജ്യത്ത് നിന്ന് ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ ലഭിച്ചത് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ നിന്നാണെന്നും മനസ്സിലാക്കാമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനപ്രിയ വാഗ്ദാനങ്ങളുമായി UDF പ്രകടന പത്രിക പുറത്തിറക്കി. നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആശാ വർക്കർമാർക്ക് 2,000 രൂപയുടെ പ്രത്യേക അലവൻസ്, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾ, തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറോ വേസ്റ്റ്, എല്ലാവർക്കും വീടുറപ്പ് വരുത്തും, വീടില്ലാത്തവർക്ക് പ്രത്യേക താമസ സൗകര്യം ഒരുക്കും, വീട് നിർമ്മിക്കുന്നതുവരെ വാടകയ്ക്ക് വീടൊരുക്കും, കേരളത്തിന്റെ യുവതലമുറയെ മയക്കുമരുന്ന് ലഹരികളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാനായി കായിക വികസനം, യുവജനക്ഷേമം മുൻനിർത്തിയ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും തുടങ്ങി ജനപ്രിയ വാഗ്ദാനങ്ങളാണ് UDFന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. തെരുവുനായശല്യത്തിനെതിരെ പദ്ധതികൾ, വന്യജീവികളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സ്ക്വാഡ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആശ്രയ 2 നവീകരിച്ച് നടപ്പിലാക്കും, എല്ലാവർക്കും ഗുണനിലവാരമുള്ള കുടിവെള്ളം, 6 പ്രധാന കോർപ്പറേഷനിൽ വിദേശ രാജ്യങ്ങളിലേതുപോലെ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തും, ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരമുള്ളതാക്കും, തൊഴിലുറപ്പ് പദ്ധതികൾ കുറെ കൂടി കാര്യക്ഷമമാക്കും,
പ്രവർത്തനക്ഷമമാക്കും. തെരുവിളക്കുകൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക കർമ്മ പരിപാടി. ഇതിനായി ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി നടപ്പാക്കും. പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തും. തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ഈ ഒരു പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ബോളിവുഡിന്റെ ഇതിഹാസ താരം ധർമ്മേന്ദ്ര അന്തരിച്ചതായി റിപ്പോർട്ടുകൾ. 89 വയസ്സായിരുന്നു. അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ധർമ്മേന്ദ്രയുടെ വസതിയിലെത്തി. മരണം സ്ഥിരീകരിച്ച സംവിധായകൻ കരൺ ജോഹർ ട്വീറ്റ് ചെയ്തു. പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ നഷാലി എന്ന ഗ്രാമത്തിൽ 1935 ഡിസംബർ 8 ധർമ്മേന്ദ്രയുടെ ജനനം. ലുധിയാനയിലെ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. 1952 ഹഗ്വാരയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി. 1960 പുറത്തിറങ്ങിയ ദിൽ ഭി തേരോ ഹം ഭി തേരോ എന്ന സിനിമയിലൂടെയാണ് ധർമ്മേന്ദ്ര തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. പിന്നീട് പതിറ്റാണ്ടുകൾ ബോളിവുഡിന്റെ തലപ്പത്ത് ധർമ്മേന്ദ്ര നിലയുറപ്പിച്ചു. 60കളിലും 70കളിലും 80കളിലും ഹിന്ദി സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഹഗീഖത്ത്, ഫൂൽ ഔർ പത്തർ, മേരാ ഗാവ് മേരാ ദേശ്, സീത ഔർ ഗീത, ചുപ്കെ ചുപ്കെ, ഷോലെ തുടങ്ങിയ സിനിമകളിലെ തന്റെ വിസ്മയകരമായ പ്രകടനത്തിലൂടെ ധർമ്മേന്ദ്ര ബിഗ് സ്ക്രീനിൽ ഇടം പിടിച്ചു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരനും വാണിജ്യപരമായ വിജയവും സ്വന്തമാക്കിയ ചലച്ചിത്ര താരങ്ങളിൽ ഒരാളായിരുന്നു ധർമ്മേന്ദ്ര. ധർമ്മേന്ദ്രയ്ക്ക് റേഡിയോ ലൈം യുകെയുടെ ആദരാഞ്ജലികൾ. ഇനി സ്പോർട്സ് വാർത്തകൾ. സൗദി പ്രോ ലീഗിൽ ഞായറാഴ്ച നടന്ന മത്സരത്തിൽ അൽ ഖലീജിനെതിരെ 4-1 വിജയിച്ചപ്പോൾ അൽ നസ്ർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയ തകർപ്പൻ ബൈസിക്കിൾ കിക്ക് ഗോൾ ഫുട്ബോൾ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു. റിയാദിലെ അൽ അവൽ പാർക്കിൽ നടന്ന മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് 40 വയസ്സുകാരനായ പോർച്ചുഗീസ് സ്ട്രൈക്കർ ഈ മനോഹരമായ ഗോൾ നേടിയത്. ഈ സീസണിൽ ലീഗിൽ റൊണാൾഡോയുടെ 10ാം ഗോളാണിത്. ജോ ഫെലിക്സും സൗദിയോ മാനെയും അൽ നസ്റിനായി സ്കോർ ചെയ്തപ്പോൾ ടീം തുടർച്ചയായ 9ാം വിജയം സ്വന്തമാക്കി. 9 മത്സരങ്ങളിൽ നിന്ന് ആകെ 30 ഗോളുകൾ നേടിയ അൽ നസ്ർ തോൽവിയറിയാതെ മുന്നേറുകയാണ്. മത്സരത്തിൽ അൽ നസ്റിന്റെ ആധിപത്യം പ്രകടമായിരുന്നു. റൊണാൾഡോയുടെ ഈ അക്രോബാറ്റിക് ഗോൾ 2017 യുവന്റസിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ നേടിയ ഐക്കോണിക് ബൈസിക്കിൾ കിക്ക് ഗോളിനെ ആരാധകരെ ഓർമ്മിപ്പിച്ചു. നവാഫ് ബൌഷൽ നൽകിയ മികച്ച ക്രോസിൽ നിന്നാണ് ഈ ഗോൾ പിറന്നത്. പ്രായം തളർത്താത്ത റൊണാൾഡോയുടെ അസാമാന്യ വൈദഗ്ധ്യമാണ് ഈ ഗോളിലൂടെ വ്യക്തമായത്. അർജന്റീൻ സൂപ്പർ താരം ലയണൽ മെസ്സി ഒരിക്കൽ കൂടി മിന്നും പ്രകടനം പുറത്തെടുത്തപ്പോൾ MLS കപ്പ് പ്ലേ ഓഫിൽ ഈസ്റ്റേൺ കോൺഫറൻസ് ഫൈനലിലെത്തി ഇന്റർ മയാമി. സെമി ഫൈനലിൽ സിൻസിനാറ്റിയെ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് മിയാമി കീഴടക്കിയത്. ഒരു ഗോളും 3 അസിസ്റ്റുകളുമായി മെസ്സി കളം നിറഞ്ഞു കളിച്ചു. മത്സരം ആരംഭിച്ച് 19ാം മിനിറ്റിൽ തന്നെ മയാമി ഗോളടി തുടങ്ങി. താർപ്പൺ ഹെഡറിലൂടെ മെസ്സിയാണ് ലക്ഷ്യം കണ്ടത്. മുന്നേറ്റങ്ങൾ തുടർന്നെങ്കിലും മയാമിക്ക് പിന്നീട് ആദ്യ പകുതിയിൽ വല കുലുക്കാനായില്ല. ഒരു ഗോളിന് ടീം മുന്നിട്ട് നിന്നു. രണ്ടാം പകുതിയിലാകട്ടെ മെസ്സി ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. 57ാം മിനിറ്റിൽ മെസ്സിയുടെ അസിസ്റ്റിൽ മാത്യോ സിൽവറ്റി മയാമിയുടെ ലീഡ് 2 ഉയർത്തി. 5 മിനിറ്റുകൾക്ക് ശേഷം മയാമി 3ാം ഗോളും കരസ്ഥമാക്കി. ഇത്തവണ ടാഡിയോ അലന്റോ ആണ് വല കുലുക്കിയത്. 74ാം മിനിറ്റിൽ മെസ്സിയുടെ അസിസ്റ്റിൽ അലന്റോ വീണ്ടും ലക്ഷ്യം കണ്ടതോടെ മയാമി തകർപ്പൻ ജയത്തോടെ മടങ്ങി. MLS കപ്പ് ഈസ്റ്റേൺ കോൺഫറൻസ് ഫൈനലിൽ ന്യൂയോർക്ക് സിറ്റി FC ആണ് മയാമിയുടെ എതിരാളികൾ. 116.90 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.